ആ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു മെക്സിക്കൻ ഐറ്റമാണ്. പിലോൺസില്ലോ എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കണത്. ഇതാണ് പിലോൺസില്ലോ. സംഭവം വേറൊന്നുമല്ല, ഇത് നമ്മുടെ ശർക്കര തന്നെയാണ്. അപ്പോൾ ഇത് ഞാനൊരു ലാറ്റിനോ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലെല്ലാം ഈ സംഭവം തന്നെ കിട്ടണം, പിലോൺസില്ലോ. മെക്സിക്കോയിൽ പിലോൺസില്ലോ എന്ന് പറയണം. പിന്നെ കൊളംബിയ, പെറു, ബൊളീവിയ അങ്ങനെയൊക്കെ ചെന്ന പനേല എന്നാണ് പറയുന്നത്. അപ്പോൾ ശർക്കര തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഈ നമ്മൾ പഞ്ചസാര നീര് കുറുക്കിയെടുത്ത് അധികം മുറുക്കാൻ അനുവദിക്കില്ലല്ലോ. ഇതിവർ ശർക്കര തന്നെ, പക്ഷേ അത് ഇവർ ചൂടാക്കി അങ്ങോട്ട് കട്ട പോലെ അങ്ങോട്ട് ആക്കും, ഇഷ്ടിക പോലെ അങ്ങോട്ട് ആക്കും. അതാണ് ഇവരുടെ പ്രശ്നം. ഈ സൗത്ത് അമേരിക്കയിലെ ശർക്കരയുടെ പനേല അല്ലെങ്കിൽ പിലോൺസിലോയുടെ പ്രശ്നം ഇതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ശർക്കര അന്വേഷിച്ച് വന്നപ്പോൾ ഇതാണ് കിട്ടിയത്. ലാറ്റിൻ ഷോപ്പിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ക്ലോസപ്പിലൊന്ന് കാണിക്കാം. ഇതുണ്ട്, ബ്രൗൺ ഷുഗർ കെയിൻ പിലോൺസില്ലോ, ഷുഗർ കെയിൻ ജ്യൂസ്. പിന്നെ അത് ഇതിൻ്റെ ന്യൂട്രീഷണൽ കണ്ടൻസ് ഒക്കെ പറയുന്നുണ്ട്. കലോറീസ്, കൊളസ്ട്രോള്, 5 ഷുഗേഴ്സ്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാർബ്, മിനറൽ പ്രൊഫൈൽ, കാൽഷ്യം, അയൺ, വിറ്റാമിൻ B1, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മെക്സിക്കോൻ്റെ പ്രൊഡക്റ്റാണ്. ഇതാണ് ബ്രൗൺ ഷുഗർ കെയിൻ പിലോൺസില്ലോ, മെക്സിക്കോക്കാരുടെ ശർക്കര. അത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സാധനം നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇത് ഒരു കതിനാവടി ചെറിയൊരു കഷ്ണം പോലെ ഉണ്ട്. നല്ല നല്ല കട്ടിയാണ്, ശർക്കരയുടെ പോലെയല്ല. അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ട് ഇത് ഇടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഇത് കഷ്ണമാക്കി നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ കണ്ട സംഭവം നമ്മൾ കഷ്ണങ്ങളാക്കി. കുറച്ച് കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ചെട്ടി വെച്ച് അടിച്ച് ചെറിയ പീസാക്കി. എന്നാലും ചെറിയ കട്ടിയുണ്ട്, എന്നാലും നമുക്ക് കുഴപ്പമില്ല, മാനേജ് ചെയ്യാവുന്ന തിക്നെസ് ആയിട്ടുണ്ട്. ടേസ്റ്റ് ടേസ്റ്റ് ശർക്കരയുടെ പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ അവിടുത്തേക്കാളും പൊതുവെ കിട്ടുന്നതിനേക്കാളും നല്ല ശർക്കരയാണ്. എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണ്, ഇമ്പ്യൂരിറ്റീസ് അധികമില്ല. ശർക്കര കറുപ്പാകുമ്പോഴാണ് അതിൻ്റെ പ്യൂരിറ്റി കൂടണമെന്ന് പറയുന്നത്. മഞ്ഞ കളറ് വരുമ്പോൾ അനുസരിച്ച് അഡിറ്റീവ്സ് കൂടുന്നതാണ് കാറ്ററിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ശർക്കര തന്നെ, ഇത്തിരി കട്ടിയുണ്ട്. അത് നമ്മൾ കഷ്ണമാക്കി ഒന്ന് ഇടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ മലയാളികളെല്ലാം ശ്രദ്ധിക്കുക. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ വന്നാലും സെൻട്രൽ അമേരിക്കയിൽ വന്നാലും നോർത്ത് അമേരിക്കയിൽ വന്നാലും നിങ്ങൾക്ക് ശർക്കര കിട്ടും. ലാറ്റിന സ്റ്റോറിൽ ചെന്നാൽ മതി. പനേല അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പേര്, ഞാൻ നേരത്തെ പറഞ്ഞ പേര്, അത് പറഞ്ഞാലും മതി. എൻ്റെ പേര് ഞാനിപ്പോൾ ഒന്നും കൂടി പറയാം. അപ്പോൾ പനേല അല്ലെങ്കിൽ പിലോൺസില്ലോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ലേബിൾ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ അത് ഈ പേരാണ്, ഇത് സൂം ചെയ്ത് കാണിക്കാം. അത് പിലോൺസില്ലോ, ഇതെല്ലാവരും നോട്ട് ചെയ്യാം. അപ്പോൾ ഈ പേര് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സെൻട്രൽ അമേരിക്കയിലോ സൗത്ത് അമേരിക്കയിലോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശർക്കര കിട്ടും.
പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയാണ്, അത് പീസാക്കി ഒന്ന് ഇടിച്ചെടുക്കേണ്ടി വരും. ടേസ്റ്റൊക്കെ സെയിം തന്നെ. ഈ പിലോൺസിലോ അല്ലെങ്കിൽ പനയില, ഇതാണ് ചോദിക്കേണ്ടത്. ഓക്കെ.